നോക്കുവാണെങ്കിൽ ഒരു വേസ് പ്ലേയിങ് 11 നമുക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാപ്റ്റന്മാരെ അതിനകത്ത് കാണാൻ കഴിയും. ഒരുപാട് ക്യാപ്റ്റന്മാർ നോക്കുവാണെങ്കിൽ 2026 നിരാശപ്പെടുത്തി. 2027 വരുമ്പോഴത്തേന് ഇവരെയൊക്കെ തലകൾ മേ ബി തെറിച്ചേക്കാം. അങ്ങനെയുള്ളൊരു പെർഫോമൻസ് ആണ് നോക്കുവാണെങ്കിൽ ഒരുപാട് ക്യാപ്റ്റന്മാർ കാഴ്ചവെച്ചത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാൻ പോകുന്ന ഒരു മോശം പ്ലേയിങ് 12, അതായത് ഇമ്പാക്ട് പ്ലെയറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോച്ചും, ഏറ്റവും മോശമായിട്ടുള്ള ഒരു കോച്ചിനെ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പരിശോധിച്ച് പോവാം. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് CSKയുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാഡ്. ടീമിനെ പ്ലേ ഓഫിലോട്ട് എത്തിക്കേണ്ട 3 കളിയിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ കാഴ്ചവെച്ചത്. ഒരു നാണക്കേടിൻ്റെ റെക്കോർഡും ഉണ്ട്. അതായത് ഒരു ഓപ്പണർ 20 ബോൾ കളിച്ചിട്ട് ഒരു ബൗണ്ടറി പോലും നേടാത്ത ഒരു പ്ലെയറായിട്ട് ഋതുരാജ് ഗൈക്വാഡ് മാറി. അത്രയ്ക്ക് മോശം ഒരു ബാറ്റ്സ്മാനും ഒരു ക്യാപ്റ്റനുമായിരുന്നു ഋതുരാജ് ഗൈക്വാഡ്. നല്ലൊരു പ്ലെയറാണ്. ഇന്ത്യക്ക് വേണ്ടി 2 ഫോർമാറ്റ് കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഋതുരാജ് ഗൈക്വാഡ്. ODIയും ടെസ്റ്റും. സ്പിന്നർമാർക്കൊക്കെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു ഗൈക്വാഡായിരുന്നു. എന്തോ സംഭവിച്ച ഒരു ഗൈക്വാഡായിരുന്നു. ക്യാപ്റ്റൻസി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ദയനീയമായ ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ബോർഡർമാർ അടി കൊള്ളുമ്പോഴത്തേന് അവരെ പോയി ഒന്ന് ആശ്വസിപ്പിക്കാൻ ഗൈക്വാഡിന് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷേ സഞ്ജുവിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ക്യാപ്റ്റൻ ആൾറെഡി ടീമിനുണ്ട്. എന്താണോ ചെയ്യേണ്ടത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കറക്റ്റായിട്ട് ബോർഡർമാരെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മേ ബി ഫ്ലെമിങ്ങും ഋതുരാജ് ഗൈക്വാഡുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ബെറ്റർ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് സംശയം ഉണ്ടായിരുന്നു. നോക്കുവാണെങ്കിൽ ടീമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്യാപ്റ്റൻ മുമ്പിൽ നിന്ന് നയിച്ചു. ഒരുപാട് രോഷം നോക്കുവാണെങ്കിൽ ഋതുരാജ് ഗൈക്വാഡിനെതിരെ ഉണ്ട്. CSK ടീമിൻ്റെ അകത്ത് തന്നെ. MS ധോണി പോലും തൃപ്തനല്ല എന്നുള്ള ന്യൂസുകളാണ് പുറത്തേക്ക് വരുന്നത്. ഒരു മോശം വർഷമായിരുന്നു 2026 ഋതുരാജ് ഗൈക്വാഡ് എന്നൊരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം. 14 കളിയിൽ നിന്ന് 333 റൺസ്, സ്ട്രൈക്ക് റേറ്റ് കേവലം 123 സ്ട്രൈക്ക് റേറ്റാണ് ഉള്ളത്. ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ കേവലം 28 റൺസ്. അറിയില്ല 2027 ഋതുരാജ് ഗൈക്വാഡ് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ CSK ടീമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. സഞ്ജു സാംസണിലോട്ടൊക്കെ ക്യാപ്റ്റൻസി കൊടുക്കണോ എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഋഷഭ് പന്ത് ഇന്ത്യയുടെ രക്ഷകനാണ് ടെസ്റ്റിനകത്ത്. പക്ഷേ LSGയുടെ ദുരന്തകനായിട്ട് മാറി. ക്യാപ്റ്റൻസി വലിച്ചെറിഞ്ഞു ഋഷഭ് പന്ത്. നല്ലൊരു കാര്യം. നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ടെസ്റ്റിന്റെ വൈസ് ക്യാപ്റ്റൻ പോലും അല്ലാതെ ഋഷഭ് പന്ത് മാറി. ഇനി ഇന്ത്യയുടെ 2 ഫോർമാറ്റിലേക്ക്, വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ കണ്ടറിയണം. ഇന്ത്യക്ക് നോക്കുവാണെങ്കിൽ വിക്കറ്റ് കീപ്പർമാരുടെ ഒരു ഷോർട്ടേജും ഇല്ല. പണ്ടൊക്കെ നോക്കുവാണെങ്കിൽ വിക്കറ്റ് കീപ്പർമാരുണ്ട്, ബാറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അതുകൊണ്ട് പല പ്ലേയേഴ്സും ഇന്ത്യൻ ടീമിൽ നിന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നല്ല വിക്കറ്റ് കീപ്പർമാരും ഉണ്ട്. അതുപോലെ തന്നെ ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് പ്ലേയേഴ്സ് നോക്കുവാണെങ്കിൽ ടീമിനകത്തുണ്ട്. ഇഷാൻ കിഷൻ, സഞ്ജു സാംസണൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ഫോമിൽ നിൽക്കുന്നു. അതിൻ്റെ ഇടയിലേക്ക്, KL രാഹുലിൻ്റെ ഇടയിലേക്ക് എങ്ങനെ ഋഷഭ് പന്തിന് ഇനി കയറി വരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. LSGയുടെ ഒരു ദുരന്തകനായിട്ട് ഋഷഭ് പന്ത് മാറി. LSGയുടെ തകർച്ചയ്ക്ക് മെയിൻ ഒരു കാരണം ഋഷഭ് പന്ത് തന്നെയായിരുന്നു എന്ന് പറയണം. ഋഷഭ് പന്തിന് വേണ്ടി നിക്കോളസ് പൂരൻ്റെ ബാറ്റിംഗ് ഓർഡറിനെ മാറ്റുന്നു, മാക്രത്തിൻ്റെ ബാറ്റിംഗ് ഓർഡറിനെ മാറ്റുന്നു, ആയുഷ് ബഡോണിക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് സാഹചര്യം വന്നു. LSG ടീമിൻ്റെ നിർബന്ധത്തിനും കാരണമായിട്ട് മാറി ഈ ടീമിന്റെ പരാജയം. കാരണം ഋഷഭ് പന്തിനെ നമ്പർ 3 കളിപ്പിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഋഷഭ് പന്തിനെ ഓപ്പണിംഗിലെ കളിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് വാശി LSGയുടെ മാനേജ്മെന്റിന് ഉണ്ടായിരുന്നു. അതാണ് ഈ ടീമിന്റെ തകർച്ചയ്ക്കുള്ള കാരണം. മേ ബി ഋഷഭ് പന്തിനെ നമ്പർ 6 നമ്പർ 7 കളിപ്പിക്കാമായിരുന്നു ഇവർക്ക്. ഋഷഭ് പന്തിന്റെ ഒരു ക്വിക്കായിട്ടുള്ള ഒരു ഇന്നിങ്സ് വന്നേനെ. പക്ഷേ 27 കോടി കൊടുത്തുകൊണ്ട് നമ്പർ 3 തന്നെ പോയി പെർഫോം ചെയ്യണമെന്നുള്ള ചില പിടിവാഴ്ചകൾ ടീമിനെ തകർച്ചയിലേക്ക് കൊണ്ടിട്ടു. ഒരു ബെറ്റർ പെർഫോമൻസ് ഋഷഭ് പന്ത് എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. സോ അത് ടീമിന്റെ പരാജയത്തിന് കാരണമായിട്ട് മാറി. 27 കോടി നോക്കുവാണെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. 13 കളിയിൽ നിന്ന് 312 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 138 റൺസ്. അവസാനത്തെ കളിയിൽ ഋഷഭ് പന്ത് എടുത്തത് 22 ബോളിൽ നിന്ന് 26 റൺസാണ്. 22 ബോളിൽ നിന്ന് 26 റൺസ്. അടുത്ത വർഷം ക്യാപ്റ്റൻ അല്ലാത്ത ഋഷഭ് പന്തിന്റെ LSG ടീമിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം നമുക്ക്. സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ T20 വേൾഡ് കപ്പിലെ വിന്നിംഗ് ക്യാപ്റ്റനാണ്. പക്ഷേ ഇന്ത്യൻ ടീമിനെ പറ്റിച്ചതുപോലെ മുംബൈയെ പറ്റിക്കാൻ കഴിഞ്ഞില്ല. ടീം എക്സ്പോസ് ആയി. കാരണം മിക്കുള്ള പ്ലേയേഴ്സിൻ്റെ ഫോം നോക്കുവാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ വളരെ മോശമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നോക്കുവാണെങ്കിൽ നമ്പർ 3 പറഞ്ഞു വിടുന്നു, പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്പർ 4 പറഞ്ഞു വിടുന്നു, പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പോലും സൂര്യകുമാർ യാദവിന് കളിക്കേണ്ടതായിട്ട് വന്നു. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സൂര്യകുമാർ യാദവിന് കഴിഞ്ഞില്ല. സൂര്യകുമാർ യാദവിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഷോട്ട് നമുക്കറിയാം. പണ്ടൊക്കെ ആ ഒരു പിക്കപ്പ് ഷോട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പുൾ ഷോട്ട് ആയിരുന്നു. ഇപ്പം ആ ഒരു ഷോട്ട് സൂര്യകുമാർ യാദവിൻ്റെ ഏറ്റവും വലിയൊരു ബലഹീനതയായിട്ട് മാറുവാണ്, ഏറ്റവും വലിയൊരു ദൗർബല്യമായിട്ട് മാറുവാണ്. ബോളർമാർ വരും, ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ സ്ലോ ബോൾ ഇട്ട് കൊടുക്കും, പിക്കപ്പ് കളിക്കാൻ പോകും, വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് സൂര്യകുമാർ യാദവ് കയറി പോകും. എല്ലാ സൈഡിലോട്ടും 360 പ്ലെയർ ആയിരുന്നു. എക്സ്ട്രാ കവറിന് മേളിലൂടെ സ്ക്വയർ കട്ട്, സ്വീപ്പ് ഷോട്ട്, റിവേഴ്സ് സ്വീപ്പ് എല്ലാം കളിക്കാൻ കഴിയാവുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഇപ്പം നോക്കുവാണെങ്കിൽ ലിമിറ്റഡ് ഷോട്ട്സ്, അതായത് പിക്കപ്പ് ഷോട്ടിലായിട്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു സൂര്യകുമാർ യാദവായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ തകർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് മാറി.
ഇന്ത്യൻ ടീമിന് വേണ്ടി നമുക്കറിയാം ഒരു പെർഫോമൻസും ബാറ്റ് കൊണ്ട് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ക്യാപ്റ്റൻസിയുടെ മികവിലാണ് സൂര്യകുമാർ മുമ്പോട്ട് പോയത്. എത്ര നാൾ ഒരു ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ ടീമിലും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഒരു പ്ലെയറായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാത്ത ഒരു പ്ലെയറായിട്ട് എത്ര നാൾ തുടരാൻ സൂര്യകുമാർ യാദവിന് കഴിയുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. 13 കളിയിൽ നിന്ന് 270 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 147 റൺസ്, 2-2 50 ആണ് ഈ സീസണിനകത്ത് സൂര്യകുമാർ യാദവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. മറ്റൊരു പ്ലെയറാണ് ഡിവാൾ ബ്രേവിസ്. ഇഞ്ചുറി ആയിരുന്നു തുടക്കത്തിൽ, പല മത്സരങ്ങളും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്ന ഒരു ഡിവാൾ ബ്രേവിസ് മറ്റേതോ ഒരു ഡിവാൾ ബ്രേവിസ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോമിസ് കൊടുത്ത ഡിവാൾ ബ്രേവിസിനെ കാണാനേ കഴിഞ്ഞില്ല. ഈ ഒരു ഉടനീളം എപ്പോഴെല്ലാം ആ ടീമിനൊരു ഇമ്പാക്റ്റ് വേണമായിരുന്നോ ആ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ ഡിവാൾ ബ്രേവിസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ, അതോ ടീം മാനേജ്മെന്റിന്റെ പ്രശ്നമായിരുന്നു? ഡിവാൾ ബ്രേവിസിനെ കറക്റ്റായിട്ടുള്ള പൊസിഷനകത്ത് ഇറക്കാൻ കഴിഞ്ഞു? ഒരു നമ്പർ 4 നമ്പർ 3 പൊസിഷനിൽ കളിപ്പിക്കാൻ ഡിവാൾ ബ്രേവിസിനെ കഴിഞ്ഞു? മേ ബി നമ്പർ 5 കളിച്ചതിന്റെ ഒരു ബലഹീനത നോക്കുകയാണെങ്കിൽ ഡിവാൾ ബ്രേവിസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കളിച്ച മത്സരങ്ങളൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഹയസ്റ്റ് സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ കേവലം 44 റൺസാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഹയസ്റ്റ് സ്കോർ. സ്പിന്നർമാരുടെ മുമ്പിൽ ഔട്ടാവുന്നു, ഷോർട്ട് പിച്ച് ബോളിനകത്ത് ഔട്ടാവുന്നു. സൗത്ത് ആഫ്രിക്ക പ്ലെയർ ആണ്, ഷോർട്ട് പിച്ച് ബോളിനകത്ത് ഔട്ടായി പോകുന്ന ഒരു ഡിവാൾ ബ്രേവിസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ചെന്നൈയുടെ പരാജയത്തിൽ നോക്കുകയാണെങ്കിൽ ഡിവാൾ ബ്രേവിസിന്റെ ആ ഒരു ഇന്നിങ്സ് മെയിൻ കാരണമായിട്ട് മാറി. 8 കളിയിൽ നിന്നായിട്ട് 151 റൺസ്. സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കണം, കേവലം 127 സ്ട്രൈക്ക് റേറ്റാണ് ഡിവാൾ ബ്രേവിസ്. ഏറ്റവും ഉയർന്ന സ്കോർ 44 റൺസ്. ഒരു 50 പോലും ഡിവാൾ ബ്രേവിസിന് ഈ സീസണിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്ലെയർ ആണ് CSKയുടെ തന്നെ ശിവൻ ദുബെ. ശിവൻ ദുബെയുടെ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഫിനിഷറായിട്ട് മാറ്റിയതായിരുന്നു ശിവൻ ദുബെയുടെ പ്രശ്നം. സെയിം ഡിവാൾ ബ്രേവിസിന് സംഭവിച്ചതുപോലെ തന്നെയാണ് ശിവൻ ദുബെക്കെതിരെ സംഭവിച്ചത്. ഒരു ഫിനിഷറാണോ ശിവൻ ദുബെ? ശിവൻ ദുബെ ഒരു മിഡിൽ ഓർഡറിലെ ഒരു ബാറ്റ്സ്മാൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആയിരുന്നു. പക്ഷേ ഫിനിഷറിലോട്ട് പോയി ആ ഒരു പെർഫോമൻസ് തൊട്ട് ശിവൻ ദുബെക്ക് കാഴ്ചവെക്കാനേ കഴിഞ്ഞില്ല. വളരെ വളരെ ദയനീയമായ ഒരു സീസൺ ആയിരുന്നു ശിവൻ ദുബെയുടെ. പലപ്പോഴും രക്ഷകനായിട്ട് മാറുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷെ രക്ഷകനായിട്ടല്ല മാറിയത്, ദുരന്തകനായിട്ട് നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെ മാറി. ശിവൻ ദുബെയുടെ ആ ഒരു ബെറ്റർ പെർഫോമൻസ് വന്നത് ലാസ്റ്റ് കളിയിലാണ്, ഗുജറാത്തിനെതിരെ 17 ബോളിൽ നിന്ന് 45 റൺസ് എടുത്തു. ആ കളി നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശിവൻ ദുബെ അവിടെ പെർഫോമൻസ് ചെയ്തത്? കാരണം ശിവൻ ദുബെക്ക് കുറച്ചും കൂടെ മുമ്പേ ഒന്ന് ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. അതായത് വിക്കറ്റുകളെല്ലാം ഏർലി പോയപ്പോഴത്തേനും ശിവൻ ദുബെ നേരത്തെ വരുന്നു, ബാറ്റ് ചെയ്യുന്നു, അവിടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സോ ശിവൻ ദുബെയുടെ പ്രശ്നമായിരുന്നു, CSK മാനേജ്മെന്റിന്റെ പ്രശ്നമായിരുന്നു, ശിവൻ ദുബെ യൂട്ടിലൈസ് ചെയ്തത് കറക്റ്റായിട്ടായിരുന്നു? നമ്പർ 6 പറ്റിയ ഒരു പ്ലെയർ ആയിരുന്നു, അതോ നമ്പർ 4 നമ്പർ 5 പറ്റിയ ഒരു പ്ലെയർ ആയിരുന്നു ശിവൻ ദുബെ എന്നുള്ളതാണ് ഒരു ചോദ്യം. എന്നിരുന്നാലും ഞാൻ ശിവൻ ദുബെ ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല. ഒരു പ്ലെയർ ഏതൊരു പൊസിഷനിലും പെർഫോമൻസ് ചെയ്യണം. ആ ഒരു പെർഫോമൻസ് ശിവൻ ദുബെക്ക് ഈ സീസണിനകത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. കേവലം 12 കളിയിൽ നിന്ന് 270 റൺസ്, 158 സ്ട്രൈക്ക് റേറ്റ്. ഹയസ്റ്റ് സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 17 ബോളിൽ നിന്ന് 47 റൺസ്. ഇത് പോരായിരുന്നു ശിവൻ ദുബെയുടെ കയ്യിൽ നിന്ന്. ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിന്റെ രക്ഷകനായിരുന്നു, ഇപ്പൊ നോക്കുവാണെങ്കിൽ മുംബൈ ടീമിന്റെ അന്തകനായിട്ട് മാറി. എന്തിന്റെ കേടായിരുന്നു ഹാർദിക് പാണ്ഡ്യക്ക് എന്നാണ് പലരും ചോദിക്കുന്നത്. രാജാവായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ, കണ്ടില്ലേ? ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ കളിക്കുന്നു, പക്ഷെ മുംബൈ ഇന്ത്യൻസ് എവിടെ കിടക്കുന്നു? അടിവാരത്തിൽ കിടക്കുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ അടിവാരത്തിലോട്ട് കൊണ്ടുപോയതാരാ? നിസ്സംശയം പറയാം, ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. ഹാർദിക് പാണ്ഡ്യക്ക് മുംബൈ ഇന്ത്യൻസിനെ വേണോ, മുംബൈ ഇന്ത്യൻസിന് ഹാർദിക് പാണ്ഡ്യ വേണോ എന്നുള്ള ഒരേ ഒരു ചോദ്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഹാർദിക് പാണ്ഡ്യ 2027 മുംബൈയിൽ കാണില്ല എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ ഒരു മോശം പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഹാർദിക് പാണ്ഡ്യക്ക് എന്താണോ വേണ്ടത് അത് മുംബൈ ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയോ, അതോ ഹാർദിക് പാണ്ഡ്യക്ക് എന്തെങ്കിലും ഇഷ്യൂ മുംബൈ ഇന്ത്യൻസിന്റെ മാനേജ്മെന്റുമായിട്ട് ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഹാർദിക് പാണ്ഡ്യയും ആ മാനേജ്മെന്റിനെ അലട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിൽ വൻ പരാജയമായിരുന്നു. ബുംറയെ കൊണ്ടുള്ള ഒരു മാച്ച് വിന്നറെ ഫസ്റ്റ് ഓവർ കൊടുക്കാതെ 3-4 ഓവർ കൊടുക്കുന്ന ഒരു ഹാർദിക് പാണ്ഡ്യ നമ്മൾ അവിടെ കണ്ടു. ബോളിംഗ് റൊട്ടേഷൻ വളരെ മോശമായിരുന്നു. ഇമ്പാക്ട് പ്ലെയറെ കൊണ്ടുവന്നിട്ട് ഫീൽഡ് ചെയ്യിപ്പിച്ച ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസും. അതേ ഒരു ക്യാപ്റ്റനാണ് ഹാർദിക് പാണ്ഡ്യ. ഇവർക്ക് അറിയത്തില്ല ഇമ്പാക്ട് പ്ലെയറുടെ റോൾ എന്താണ്. ഫീൽഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇമ്പാക്ട് പ്ലെയറിനെ കൊണ്ടുവരുമായിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ബോളിങ് ഇഞ്ചുറി ആണെന്ന് തോന്നുന്നു. ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്യേണ്ട സമയങ്ങളൊന്നും ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ എന്നൊരു പ്ലെയറിന് എനിക്കൊരു സംശയമില്ല, ഇന്ത്യയുടെ ബെസ്റ്റ് പ്ലെയർ തന്നെയാണ്, ബെസ്റ്റ് ഓൾറൗണ്ടർ തന്നെയാണ് ഇപ്പോഴത്തെ ലോകത്തിൽ. റെയർ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബെറ്റർ ഹാർദിക് പാണ്ഡ്യ ആ ഒരു ടീമിനെ വിടുക. KKR പോലുള്ള ഒരു ടീമിൽ ഒരു വേക്കൻസി ഉണ്ട്, KKRന് വേണ്ടി ക്യാപ്റ്റൻസി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു. 10 കളിയിൽ നിന്ന് 206 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 138. ഉയർന്ന സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 22 ബോളിൽ നിന്ന് 40 റൺസ്. ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ 9 കളിയിൽ നിന്ന് 4 വിക്കറ്റ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 11. മറ്റൊരു പ്ലെയറാണ് RCBയുടെ റൊമാരിയോ ഷെപ്പേർഡ്. RCBയുടെ പ്ലെയറാണ്. RCB ത്രൂ ഔട്ട് ദ സീസൺ ഡോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും റൊമാരിയോ ഷെപ്പേർഡ് ഡോമിനേറ്റ് ചെയ്യാൻ മറന്നുപോയി. റൊമാരിയോ ഷെപ്പേർഡ് എന്ന് പറഞ്ഞൊരു പ്ലെയർ സത്യം പറഞ്ഞാൽ
ഒരു ബോളർ ഭയപ്പെടുന്ന ഒരു ബാറ്റ്സ്മാനാണ്. റൊമാരിയോ ഷെപ്പേർഡ് ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഏത് ബോളറും ഒന്ന് ഭയപ്പെടും. അത്ര നല്ലൊരു ബിഗ് ഹിറ്ററാണ്. പക്ഷേ ഈ സീസണിനകത്ത് വളരെ വെറുപ്പിക്കുന്ന ഒരു ബാറ്റിംഗ് ആയിരുന്നു. ബാറ്റിംഗ് ഇല്ലായിരുന്നു. ഔട്ടായിട്ട് കയറി പോടേ എന്ന് സ്വന്തം ടീമിലുള്ളവർ പോലും ചോദിച്ചു പോകുന്നൊരു പ്രകടനമാണ് റൊമാരിയോ ഷെപ്പേർഡ് ബാറ്റ് കൊണ്ട് കാഴ്ചവെച്ചത്. ബോളിങ്ങിലോ എറിയാൻ വരും, കംപ്ലീറ്റ് മൂവ്മെന്റിനെ കൊണ്ട് കളയും. രജിത് പടിദാർ എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് ടീം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ 15 റൺസൊക്കെ ഒരു ഓവറിൽ കൊണ്ട് കൊടുക്കും, പിന്നെ അത് തിരിച്ചു പിടിക്കണ്ടേ. അതുപോലെ ബോളർമാർ ഉണ്ടായത് കൊണ്ട് റൊമാരിയോ ഷെപ്പേർഡിന്റെ ആ ഒരു ഫോമില്ലായ്മ ടീമിന് ദ്രോഹം ചെയ്തില്ല വലുതായിട്ട്. ബോളർമാർ തിരിച്ചു പിടിച്ചു, അല്ലെങ്കിൽ ഇപ്പം ടീമിലെ ബാറ്റ്സ്മാൻമാർ അത് തിരിച്ചു പിടിച്ചു. അത്രയ്ക്ക് മോശം ഒരു സീസൺ ആയിരുന്നു റൊമാരിയോ ഷെപ്പേർഡിനെ സംബന്ധിച്ചിടത്തോളം. 7 കളിയിൽ നിന്ന് 83 റൺസ്. സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഫിനിഷറാണ് 125. ഹയസ്റ്റ് സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ 15 ബോളിൽ നിന്ന് 23 റൺസ്. ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ 13 കളിയിൽ നിന്ന് 7 വിക്കറ്റ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 12. അക്സർ പട്ടേൽ, T20യുടെ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാണ് അക്സർ പട്ടേൽ. ഡൽഹിയുടെ ക്യാപ്റ്റനും കൂടെ ആയിരുന്നു. എന്താ ഒരു പെർഫോമൻസ് അക്സർ പട്ടേൽ കാഴ്ചവെച്ചത്? സത്യം പറഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ ആണെന്നുള്ള ഒരു തോന്നലേ ഇല്ലായിരുന്നു അക്സർ പട്ടേൽ. അവസാനത്തെ കുറച്ച് കളിയിൽ പെർഫോമൻസ് ചെയ്തു. അപ്പോഴത്തേന് ഡൽഹി ഏകദേശം തീരാറായെന്നുള്ളതാണ്. പെർഫോമൻസ് ചെയ്യേണ്ട കളിയിൽ ഒന്നും പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ക്യാപ്റ്റൻസി നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിരുന്നു. ബാറ്റിംഗ് ഓർഡറിനകത്ത് പോലും ചേഞ്ചസ് വരുന്നതായിട്ട് കണ്ടു. അക്ഷർ പട്ടേലിന് കളിക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അക്ഷർ പട്ടേൽ നോക്കുകയാണെങ്കിൽ ഈ സീസണിനകത്ത്. ബാറ്റിങ്ങിൽ പറയേ വേണ്ടായിരുന്നു. അക്ഷർ പട്ടേൽ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളിലെല്ലാം മാച്ചുകൾ വിജയിപ്പിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. റൺസ് കണ്ടെത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ഡൽഹിക്ക് വേണ്ടി കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അടുത്ത സീസണിനകത്ത് അക്ഷർ പട്ടേൽ ആസ് എ ക്യാപ്റ്റൻ ഡൽഹിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. 11 കളിയിൽ നിന്ന് 173 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 131 റൺസ്. ഒരേ ഒരു 50 എടുത്തത്. 30 ബോളിൽ നിന്ന് 56 റൺസ്. ഇനി ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ 13 കളിയിൽ നിന്ന് 11 വിക്കറ്റ്. ഇന്ത്യയുടെ ഒരു മെയിൻ ബോളറാണ്. 13 കളിയിൽ നിന്ന് 11 വിക്കറ്റാണ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, 9 ഉണ്ട്. പക്ഷേ വിക്കറ്റ് നേടാൻ അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഓർത്തഡോക്സ് സ്പിന്നർക്ക് കഴിഞ്ഞില്ല ഈ സീസണിനകത്ത്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ക്യാപ്റ്റൻസിയിലും നോക്കുവാണെങ്കിൽ വീക്കായിരുന്നു അക്ഷർ പട്ടേൽ. മറ്റൊരു പ്ലെയറാണ് മാർക്കോ യാൻസൺ എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കയുടെ ബോളർ, പഞ്ചാബിന്റെ ബോളർ. നോക്കുവാണെങ്കിൽ പഞ്ചാബ് ഈ സീസൺ തോക്കാനുള്ള മെയിൻ കാരണം ഇവരുടെ ബോളിംഗ് ലൈനപ്പ് തന്നെയായിരുന്നു. ഇവർ ചേസ് ചെയ്യുമ്പോഴത്തേന് വലിയ ടീമാണ്, പക്ഷേ ഇവർ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ടീമായിട്ട് ഇവർ മാറി. 200 റൺസ് ഏറ്റവും കൂടുതൽ വഴങ്ങിയ ഒരു ടീമാണ് പഞ്ചാബ് കിങ്സ്. മാർക്കോ യാൻസൺ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് പേസർ, സ്ലോ ബോളും കട്ടേഴ്സും ഒക്കെ എറിയാൻ കഴിയാവുന്ന ഒരു ബോളർ ഈ സീസൺ നോക്കുവാണെങ്കിൽ വളരെ മോശമായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ വന്നിട്ട് ടെസ്റ്റ് വിജയിപ്പിച്ചു കൊടുത്ത ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ T20 വേൾഡ് കപ്പിനകത്തും ബ്രില്യൻ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സ്ലോ ബോളും സ്ലോ കട്ടറും ആ ഒരു എക്സ്ട്രാ ബൗൺസും ഒക്കെ ബാറ്റ്സ്മാൻമാരെ സ്ട്രഗിൾ ചെയ്യിക്കാറുണ്ട്. പക്ഷേ വളരെ മോശം ഒരു സീസൺ ആയിരുന്നു മാർക്കോ യാൻസനെ സംബന്ധിച്ചിടത്തോളം. 12 കളിയിൽ നിന്ന് 9 വിക്കറ്റ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 11. 4 ഓവറിൽ നിന്ന് 61 റൺസ്. അതുപോലെ തന്നെ 4 ഓവറിൽ നിന്ന് 55 റൺസ്. അതായത് മിക്കുള്ള കളിയിലും 40 മേളിലായിരുന്നു റൺസ് വഴങ്ങിയത്. 10 മേളിൽ എല്ലാ കളിയിലും എക്കണോമി വഴങ്ങിയ ഒരു പ്ലെയറാണ് മാർക്കോ യാൻസൺ. അതുപോലെ തന്നെ ദിഗ്വേഷ് സിംഗ് റാത്തി 2025 അറിയപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഫൈൻ BCCക്ക് കൊടുത്ത പ്ലെയറായിട്ടാണ്. പേന എടുക്കുന്നു, പേപ്പർ എടുക്കുന്നു, ആൾക്കാരെ ഇങ്ങനെ എഴുതി തള്ളിക്കളയുന്ന ഒരു പ്ലെയർ ആയിരുന്നു ദിഗ്വേഷ് റാത്തി. ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. പക്ഷേ അഹങ്കാരത്തിനനുസരിച്ച് 2025 പെർഫോമൻസ് ചെയ്തു. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് 2026 വന്നപ്പോഴത്തേന് അഹങ്കാരം ഇല്ലായിരുന്നു, പെർഫോമൻസും ഇല്ലായിരുന്നു. 10 കളിയിൽ നിന്നായിട്ട് 5 വിക്കറ്റാണ് കേവലം നേടാൻ കഴിഞ്ഞത്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 11. ഒരു രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്ലെയറാണ് T നടരാജൻ. 2025 കളിപ്പിച്ചതേ ഇല്ല. ഒരു കളിയാണ്ടാണ് കളിപ്പിച്ചത് ഡൽഹി. ഈ കളി നോക്കുവാണെങ്കിൽ കളിപ്പിച്ചു. പക്ഷേ ആ ഒരു കട്ടറും യോക്കറും ഡെത്ത് ഓവറിനകത്തൊക്കെ നല്ല രീതിയിൽ എറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ബോർഡറാണ്. പക്ഷേ എന്തോ പ്രായം തളർത്തിയെന്ന് തോന്നുന്നു നടരാജനെ. ഒരു ബെറ്റർ പെർഫോമൻസ് നടരാജനോട്ട് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. 35 വയസ്സുണ്ട് നടരാജന്. 10 കളിയിൽ നിന്ന് 5 വിക്കറ്റാണ് എടുത്തത്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 12 വളരെ ഒരു മോശം സീസൺ ആയിരുന്നു നടരാജനെ സംബന്ധിച്ചിടത്തോളം. ആർക്കറിയാം നടരാജൻ ഇനി അടുത്ത കളിയിൽ അവർ റിട്ടേൺ ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. നല്ല പ്രൈസിന് ടീമിലേക്ക് എടുത്തൊരു പ്ലെയറാണ്. പക്ഷേ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. ലാസ്റ്റ് ഇമ്പാക്ട് പ്ലെയർ ആണ് കുൽദീപ് യാദവ്, ഇന്ത്യയുടെ ചൈനമാൻ. ODIയിൽ നോക്കുവാണെങ്കിൽ ആ ഒരു പെർഫോമൻസ് വരുന്നില്ല. T20 നോക്കുവാണെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അംഗമല്ല കുൽദീപ് യാദവ്. പെർഫോമൻസ് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ODIയിലൊക്കെ നോക്കുവാണെങ്കിൽ ന്യൂസിലാൻഡിനെതിരെ നമ്മൾ സീരീസ് തോറ്റു. അവിടെയും കുൽദീപ് യാദവിന് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ കുറച്ച് നാളുകളായിട്ട് കുൽദീപ് യാദവിൻ്റെ പെർഫോമൻസ് ഇന്ത്യൻ ടീമിന് മോശമായിരുന്നു. ഡൽഹിയിലോട്ട് വരുമ്പോഴത്തേനും അവിടെയും മോശമായിട്ട് തുടരുന്നു. നല്ലൊരു ബോളറാണ്. ഒരിക്കലും കുൽദീപ് യാദവ് തിരിച്ചു വരലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുൽദീപ് യാദവ് തിരിച്ചു വരണം. ഇന്ത്യൻ ടീമിന് കുൽദീപ് യാദവിന് ആവശ്യമുണ്ട്. മിക്കുള്ള ഫ്രാഞ്ചൈസികൾക്കും കുൽദീപ് യാദവ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് സ്പിന്നറെ ആവശ്യമുണ്ട്. പക്ഷേ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ 11 കളിയിൽ നിന്ന് 10 വിക്കറ്റ്. എക്കണോമി പരിശോധിക്കുകയാണെങ്കിൽ 11. ആ ഒരു ബെറ്റർ പെർഫോമൻസ് കുൽദീപ് യാദവിന് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. മേ ബി തിരിച്ചു വരാൻ കുൽദീപ് യാദവിനെ സംബന്ധിച്ചിടത്തോളം കഴിയട്ടെ.
അല്പം ഒരു റെസ്റ്റൊക്കെ കിട്ടുവാണെങ്കിൽ കുൽദീപ് യാദവിന് തിരിച്ചു വരാൻ കഴിയട്ടെ. അതുപോലെ ഇനി നമ്മുടെ കോച്ചിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും മോശം കോച്ചായിട്ട് എനിക്ക് തോന്നിയത് ഫ്ലെമിംഗ് ആണ്. T20 മാറിയത് ഫ്ലെമിംഗ് അറിഞ്ഞിട്ടില്ല. എന്താണ് T20 എന്നുള്ളത്, എങ്ങനെയാണ് T20 വിജയിക്കേണ്ടത് എന്നുള്ളത് ഫ്ലെമിങ്ങിന് ഇതുവരെയായിട്ട് അറിയത്തില്ല. ഫ്ലെമിങ്ങിന് അറിയാവുന്ന ഒരേ ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും 2 ന്യൂസിലാൻഡ് പ്ലെയറിനെ തള്ളി CSK ടീമിലോട്ട് വെക്കണം. കഴിഞ്ഞ സീസൺ നോക്കുവാണെങ്കിൽ കോൺവേയും രച്ചിൻ രവീന്ദ്ര ആയിരുന്നു. ഈ സീസണിലോട്ട് വരുവാണെങ്കിൽ മാറ്റ് ഹെൻറി അതുപോലെ തന്നെ സാക് ഫോക്സ് 2 പ്ലേയേഴ്സിനെ എന്താണ് CSKയ്ക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. എങ്ങനെയാണ് ഇമ്പാക്ട് പ്ലെയറിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയാണ് ബോളർമാരെ കൊണ്ട് പെർഫോമൻസ് ചെയ്യിപ്പിക്കേണ്ടത്, പിച്ചിനെ എങ്ങനെ റീഡ് ചെയ്യണം, സ്വന്തം പിച്ചിൽ പോലും മത്സരങ്ങൾ പരാജയപ്പെടുത്തുന്ന ഒരു കോച്ചാണ്. എത്രയോ വർഷങ്ങളായിട്ട് CSKയുടെ കോച്ചാണ്. തീർച്ചയായിട്ടും വളരെ ദയനീയമായ ഒരു കോച്ച് തന്നെയായിരുന്നു. പല ഡിസിഷൻസും CSK പരാജയപ്പെടുത്താൻ കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ക്യാപ്റ്റനും കോച്ചും നോക്കുവാണെങ്കിൽ പരാജയമായിരുന്നു CSKയുടെ. സോ ഫ്ലെമിംഗ് നോക്കുവാണെങ്കിൽ ഒരു പരാജയമാണ്. CSK ഫ്ലെമിങ്ങിനെ വിട്ടിട്ട് മറ്റൊരു കോച്ചിലോട്ട് പോകുന്നുള്ളത് കാത്തിരുന്ന് കാണാം. നോക്കുവാണെങ്കിൽ ഒരുപാട് മോശമായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് ഇനി മറ്റുള്ള ഏതെങ്കിലും പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ കളികളൊക്കെ വരാനിരിക്കുന്നുണ്ട്. സോ മറ്റ് വീഡിയോ ആയിട്ട് താമസിക്കാതെ തന്നെ കാണാം.